ശ്രീ ഗുരുഭ്യോ നമ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 കർമ്മയോഗ. ശ്ലോകം 8. നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോഗ്യകർമ്മണഃ ശരീരയാത്രാഭിചതേ ന പ്രസിദ്ധ്യേത കർമ്മണഃ. നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോഗ്യകർമ്മണഃ ശരീരയാത്രാഭിചതേ ന പ്രസിദ്ധ്യേത കർമ്മണഃ. നീ ശാസ്ത്രവിഹിതമായ കർത്തവ്യധർമ്മങ്ങൾ അനുഷ്ഠിക്കുക. കർമ്മം ചെയ്യുന്നത് കർമ്മം ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ശ്രേയസ്കരമാണെന്നതിൽ സന്ദേഹമില്ല. കർമ്മം ചെയ്യാതിരുന്നാൽ ശരീരനിർവഹണം പോലും സാധിക്കുകയില്ല. ജീവനും ശരീരവും നിലനിർത്താൻ ഏതൊരാളും കർമ്മം ചെയ്യുക തന്നെ വേണം. വിധിക്കപ്പെട്ട കർമ്മങ്ങളാൽ ജീവിതത്തെ ശുദ്ധീകരിക്കാതെ ആരും സ്വന്തം പ്രവൃത്തികൾ ഉപേക്ഷിച്ച് അന്യരുടെ ഔദാര്യത്തിൽ ജീവിക്കാൻ തുനിയരുത്. ശ്ലോകം 9. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗസമാചര. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗസമാചര. യജ്ഞാർത്ഥമല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾ മനുഷ്യനെ ബന്ധനസ്ഥനാക്കുന്നു. അതിനാൽ ഹേ അർജുന, നീ അനാസക്തനായി ലോകോപകാരാർത്ഥമായ കർമ്മം യജ്ഞബുദ്ധിയോടുകൂടി ചെയ്യുക. കർമ്മം ഭഗവാനുള്ള യജ്ഞമെന്ന നിലയിൽ അനുഷ്ഠിക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ അത് മനുഷ്യനെ ഭൗതിക ലോകത്തേക്ക് കൂടുതലായി ബന്ധിപ്പിക്കുകയേയുള്ളൂ. നിർദ്ദിഷ്ട കർമ്മങ്ങളെ ഭഗവാന്റെ സംതൃപ്തിക്കായി നിർവഹിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്താൽ കർമ്മബന്ധങ്ങളിൽ നിന്നും മുക്തനായി ഭവിക്കാം. ഏതൊരു പ്രവൃത്തിയും ഇന്ദ്രിയസുഖ പൂർത്തിക്കല്ലാതെ കൃഷ്ണപ്രീതിക്കായി കൊണ്ടാണ് ചെയ്യേണ്ടത്. അങ്ങനെ മാത്രമേ കർമ്മബന്ധങ്ങളിൽ നിന്നും മുക്തനാകാൻ സാധിക്കൂ. ശ്ലോകം 10. സഹയജ്ഞാ പ്രജാ സൃഷ്ടാ പുരാവാച പ്രജാപതി പുരോവാച പ്രജാപതിഃ അനേന പ്രസവിഷ്യത്വം യേഷവോ അസ്തിഷ്ടകാമധുഗ്. സഹയജ്ഞാ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതിഃ അനേന പ്രസവിഷ്യത്വം യേഷവോ അസ്തിഷ്ടകാമധുഗ്. സൃഷ്ടിയുടെ ആരംഭത്തിൽ പ്രജാപതി ദേവന്മാരെയും മനുഷ്യരെയും ഒപ്പം തന്നെ വിഷ്ണുവിനായുള്ള യജ്ഞങ്ങളെയും ഉൽപ്പാദിപ്പിച്ച ശേഷം അവരെ ഇങ്ങനെ ആശീർവദിച്ചു: ഈ യജ്ഞത്തെ കൊണ്ട് നിങ്ങൾ സന്തുഷ്ടരാവുക. മോക്ഷപ്രാപ്തിക്കും സുഖജീവിതത്തിനും വേണ്ടുന്നതെല്ലാം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഭഗവാൻ വിഷ്ണുവാണ് പ്രജാപതി. വിഷ്ണുപ്രീതിക്ക് വേണ്ടിയാണ് യജ്ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് അങ്ങനെ ബദ്ധരായ ജീവാത്മാക്കളെ പഠിപ്പിക്കാനായിട്ടാണ് ഭഗവാൻ ഭൗതിക പ്രപഞ്ചം സൃഷ്ടിച്ചത്. യജ്ഞാനുഷ്ഠാനം കൊണ്ട് ഉത്കണ്ഠ കൂടാതെ സുഖമായി ജീവിക്കാനും ശരീരം നശിച്ച ശേഷം ഭഗവാനിലേക്ക് എത്തിച്ചേരാനും കഴിയും. ഈ കലിയുഗത്തിൽ സങ്കീർത്തന യജ്ഞം അഥവാ നാമജപമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ശ്ലോകം 11. ദേവാൻ ഭാവയദാനേന
തേ ദേവാ ഭാവയന്തു വഃ പരസ്പരം ഭാവയന്തഃ ശ്രേയ പരമവാപ്സ്യഥ. ദേവാൻ ഭാവയദാനേന തേ ദേവാ ഭാവയന്തു വഃ പരസ്പരം ഭാവയന്തഃ ശ്രേയ പരമവാപ്സ്യഥ. യജ്ഞരൂപത്തിലുള്ള കർമ്മങ്ങൾ കൊണ്ട് നിങ്ങൾ ദേവന്മാരെ, അതായത് പ്രകൃതി ശക്തികളെ സന്തോഷിപ്പിക്കുവിൻ. സന്തുഷ്ടരായ ആ ദേവന്മാർ നിങ്ങളെയും സന്തോഷിപ്പിക്കുമാറാകട്ടെ. ഇങ്ങനെ പരസ്പരം സന്തോഷിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പരമമായ ശ്രേയസ് നേടുവിൻ. യജ്ഞാനുഷ്ഠാനം കൊണ്ട് ഭക്ഷ്യവസ്തുക്കൾ ശുദ്ധീകരിക്കപ്പെടുന്നു. ഇപ്രകാരം ശുദ്ധീകരിച്ച ആഹാരങ്ങൾ ഭക്ഷിക്കുന്നവരുടെ ജീവിതവും പവിത്രമാകുന്നു. ഹരി ഓം.